എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അജിത്. ഓഡിയോ ക്വാളിറ്റി ചിലപ്പോൾ കുറച്ച് പ്രശ്നം ഉണ്ടാവും. കാരണം ഇവിടെ മൈക്ക് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഓഡിയോ കിട്ടിയെന്ന് വരില്ല. അപ്പം നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഹെഡ്സെറ്റോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്കിനി ഈ സിനിമയെ കുറിച്ചിട്ട് സംസാരിക്കാം. സിനിമയുടെ പേര് ജനനം 1947, പ്രണയം തുടരുന്നു എന്നാണ്. ഈ സിനിമയെ കുറിച്ചിട്ട് കുറച്ച് അധികം കാര്യങ്ങൾ പറയാനുണ്ട്. അതിനു മുന്നേ ഒറ്റ വാക്കിൽ സിനിമയെ കുറിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തരക്കേടില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതിനൊപ്പം കുറേ അധികം പ്രശ്നങ്ങൾ എനിക്ക് ഈ സിനിമയിൽ ഫീൽ ചെയ്തു. അതെനിക്ക് തുറന്ന് പറയണമെന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. ഞാൻ ഈ സിനിമക്ക് പോയത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒപ്പമാണ്. അവൻ വിളിച്ച് എടാ ഇത് സിനിമക്ക് പോയാലോ എന്ന് ചോദിച്ചപ്പോഴാണ് ശരിയാണല്ലോ, ഈ പടം കാണണമെന്ന് കരുതിയാണ് ഞാനിരുന്നത്. പക്ഷെ അത് റിലീസിങ് ഡേറ്റ് കാര്യങ്ങളൊന്നും നോക്കിയില്ല. ഈ 2-3 ദിവസങ്ങളായിട്ട് കുറച്ചധികം തിരക്കിലായതുകൊണ്ട് വേറൊരു കാര്യത്തിലേക്ക് കടക്കുന്നതും കൊണ്ടും അതിൻ്റെ കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു. അങ്ങനെ അവൻ വിളിച്ചു, ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് സിനിമക്ക് കയറി. സിനിമ കയറിയപ്പോൾ ബാക്ക് സൈഡിൽ കുറേ അധികം സീറ്റ് ബുക്കിംഗ് ആയിട്ടാണ് ഞങ്ങൾ ബുക്ക് മൈ ഷോയിൽ കണ്ടത്. പക്ഷെ ആരുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒട്ടനവധി ആളുകൾ, ഒരു ട്രാവലറിലൊക്കെയാണ് കുറച്ച് ആളുകൾ വന്ന്, പ്രായമായവരാണ് കേട്ടോ, അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരൊക്കെയാണ് കൂടുതൽ. അത് ഫാമിലി ആണോ എങ്ങനെ എന്ത് ഇതിൽ വന്നതാണെന്ന് എനിക്ക് അറിയില്ല. എനിവേ അതിലൊരു പെൺകുട്ടി പറയുന്നത് കേട്ടത് എന്തൊരു സ്പോൺസർഷിപ്പിലോ മറ്റോ ടിക്കറ്റ് കിട്ടിയിട്ട് വന്നതാണെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ അതിനെ കുറിച്ചിട്ടും എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു ഉദാഹരണം സഹിതം നമുക്ക് പറയാം. നിങ്ങൾ ഒരു 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 അമ്മയും 2 കുട്ടികളും, അച്ഛനില്ല എന്ന് കരുതുക. ആ അമ്മക്ക് ക്യാൻസറിൻ്റെ 4th സ്റ്റേജാണ്. അതായത് ഇനി മുന്നോട്ട് ജീവിതമില്ല എന്ന് ഇരിക്കുന്ന സമയത്ത് അവർ ജീവിതം ഒന്ന് എൻജോയ് ചെയ്യാൻ തീരുമാനിച്ചു. അവരുടെ മക്കളെയും കൂട്ടി ഒന്ന് പാർക്കിലൊക്കെ പോയി, ഒന്ന് അവരുടെ ജീവിതം അടിപൊളിയാക്കി, ഒരുപാട് യാത്രകളൊക്കെ ചെയ്തിട്ട് അവരുടെ അവസാന ഘട്ട ജീവിതം ഒന്ന് അടിപൊളിയാക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അവർ ഒരു സിനിമ കൂടി കയറാമെന്ന് കരുതി. അങ്ങനെ അവർ കയറി കണ്ട സിനിമ ആകാശദൂത് എന്ന സിനിമയാണെങ്കിൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും? സിനിമ മോശം ആണെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതായത് ഈ സിനിമ കാണേണ്ട ചില ആളുകളുണ്ട്. ഇതിൽ പറയുന്ന കഥ ഈ പ്രായമായ 2 പേരുടെ പ്രണയമാണെന്നുണ്ടെങ്കിൽ, അല്ല അങ്ങനെ പ്രണയമായതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളിലേക്ക് ഈ സിനിമ എത്തിക്കണമെന്നായിരിക്കും ഇതിൻ്റെ അണിയറ പ്രവർത്തകർ കരുതിയിരിക്കുന്നത്. പ്രത്യേകിച്ച് സംവിധായകനായിട്ടുള്ള അഭിജിത്ത് അശോകനടക്കം ഇത് അങ്ങനത്തെ ഒരു ഗ്രൂപ്പുകൾ ആൾക്കാർ കാണണമെന്നായിരിക്കും കൂടുതൽ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇത് ഈ നമ്മുടെ ഈ വൃദ്ധസദനങ്ങൾ അല്ലെങ്കിൽ അഗതി മന്ദിരങ്ങൾ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കൂട്ടത്തോടെ ആളുകൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ടോട്ടലി ഉള്ള മൂഡ് സ്പോയിൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാര്യമായിട്ടേ ഇതിനെ കണക്കാക്കാൻ എനിക്ക് പറ്റുള്ളൂ. കാരണം ഒരിക്കലും അവർക്ക് കാണാൻ പറ്റിയ ഒരു സിനിമയല്ല, അവരുടെ സാഹചര്യത്തിൽ അവർക്ക് കാണാൻ പറ്റിയ ഒരു സിനിമയല്ല ഇത് എന്ന് ഞാൻ 100% പറയുന്നു. കാരണം ഈ സിനിമ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നിലവിലെ സാഹചര്യം എന്താണോ അത് കുറേ കൂടി വേഴ്സ്റ്റ് രീതിയിലേക്ക് മാറുമെന്നേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ഇതിനെക്കൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവും തോന്നുന്നില്ല. പിന്നെ പല ആൾക്കാരും സിനിമ ആരെയും ഇൻഫ്ലുവൻസ് ചെയ്യില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അവരോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാൻ എന്തായാലും സിനിമ വളരെയധികം ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്ന പക്ഷക്കാരനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളിലേക്ക് ഈ സിനിമ കൂടുതലായിട്ട് എത്തണ്ട എന്നാണ് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്. ഇനി അഗതി മന്ദിരത്തിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ വൃദ്ധസദനങ്ങളുടെ കാര്യം പറഞ്ഞതുകൊണ്ട്, അതിനെക്കുറിച്ചിട്ടും 2 കാര്യം എനിക്ക് നമ്മുടെ ഇതിൻ്റെ സംവിധായകൻ, തിരക്കഥാകൃത്ത്, സംഭാഷണം ഒക്കെ ചെയ്തിട്ടുള്ള അഭിജിത്ത് അശോകനോട് പറയാനുണ്ട്. കാരണം ഈ വൃദ്ധസദനങ്ങൾ എന്ന് പറയുന്ന സംഭവം പണ്ട് തൊട്ടേ നമ്മുടെ സിനിമകളിൽ ഒരു മക്കളുടെ ക്രൂരതയായിട്ടാണ് എല്ലാ സിനിമകളിലും പോർട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് വരുമ്പോഴും മറിച്ചൊന്നും അല്ല കാണുന്നത്. അതല്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വാദിക്കുന്നില്ല. എന്നാലും നമ്മൾ കുറേയും കൂടി മാറേണ്ട സമയം ആയിട്ടുണ്ട്. നമ്മുടെയൊക്കെ അച്ഛനമ്മമാർ, ഇപ്പം ഞാൻ 90s കിഡാണ്, 94-ൽ ജനിച്ച ഒരാളാണ്. എൻ്റെ അച്ഛനും അമ്മയും എന്നെ കൊണ്ടേ ഒരു പ്ലേ സ്കൂളിലാക്കിയതോ അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോകേണ്ടതുകൊണ്ട് എന്നെ കൊണ്ട് 2 വയസ്സ് തൊട്ടിട്ട് എന്നെ ഏതെങ്കിലും ഒരു ഡേ കെയറിലാക്കിയതോ എന്നും എനിക്കറിയില്ല. എന്നിട്ട് ആക്കിയിട്ടുമില്ല അവർ. ആ സമയത്ത് അങ്ങനെ കുട്ടികളാരും ആക്കാറുണ്ടായിരുന്നില്ല. നിലവിലത്തെ ഈ സാഹചര്യത്തിൽ 2024 എങ്ങനെയാണോ, ഭാര്യയ്ക്കും ഭർത്താവിനും ജോലിയുണ്ട്, 2 പേർക്കും ജോലിക്ക് പോകണം, അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ
ഒരാൾ ജോലി ഉപേക്ഷിച്ചിട്ട് ആ കുട്ടീനെ നോക്കാൻ അവിടെ ഇരിക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ നമ്മൾ അവിടെ സെന്റിമെന്റ്സ് സാധനങ്ങളൊന്നും ഇറക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ പണ്ട് ഈ കല്യാണം കഴിച്ച കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെ നോക്കേണ്ട ചുമതല ഭാര്യയ്ക്കാണ്. ഭാര്യനെ ഹൗസ് വൈഫ് എന്നുള്ള ഒരു പദവി കൊടുത്ത് നമ്മൾ കൊച്ചിനെ നോക്കാൻ വേണ്ടിയിട്ട് ഇരുത്തും. അത് നിലവിലുള്ള സാഹചര്യത്തിൽ നടപടിയാവില്ല എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോ നമ്മുടെ നാടുകളിൽ ഈ ഡേ കെയർ പോലെയുള്ള സംഭവങ്ങൾ ഒട്ടനവധി ആയിക്കൊണ്ടിരിക്കുന്നത്. അത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അതുപോലെ തന്നെയാണ് ഈ വൃദ്ധമന്ദിരങ്ങൾ എന്ന് പറയുന്ന കാര്യവും. ഭാവിയിലേക്ക് നമ്മുടെ അച്ഛനും അമ്മമാരും അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ അച്ഛനമ്മമാരുടെ കാര്യം വിടും. ഇനി അച്ഛൻ്റെ അമ്മയുടെയും കാര്യം എടുക്കുമ്പോൾ നിങ്ങൾ മറ്റേ സെന്റിമെന്റ്സിലിട്ട് കുഴച്ച് ഒരു പരിവാക്കും. എൻ്റെ കാര്യം എടുക്കാം. ഞാൻ നാളെ എന്താ ഒരു പ്രായമായി അല്ലെങ്കിൽ കിളവനായി അത്രയൊക്കെ ജീവിച്ചിരുന്നാൽ നാളെ നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ളവർ നമ്മളെ നോക്കണം. അവരുടെ ജോലിയൊക്കെ കളഞ്ഞ് ഒരു ഭാര്യയും ഭർത്താവും. ഞാനിത് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ ഒരു അടുത്ത കൂട്ടുകാരൻ, അവൻ ഒറ്റ മോനാണ്. അവൻ്റെ വീട് പണിയുന്ന സമയത്ത് താഴേല് അച്ഛനും അമ്മക്കും വേണ്ടിയിട്ട് ഒരു റൂം, മേളില് 2 റൂം, അങ്ങനെയാണ് എടുത്തത്. ഞാൻ അവനോട് സിമ്പിളായിട്ട് ചോദിച്ചു, എടാ നാളെ നിന്റെ ഭാര്യയൊക്കെ വരുമ്പോൾ ആ അവന്റെ ഭാര്യ പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോൾ അവന് ആ ഭാര്യനെയും കൊണ്ട് മേളിലേക്ക് കയറാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറ്റിയെന്ന് വരില്ല. അപ്പൊ അവർക്ക് താഴെ കിടക്കേണ്ടി വരും. അപ്പൊ അച്ഛനും അമ്മേനെയും ആ സമയത്ത് മേളിലേക്ക് കയറ്റിവിടേണ്ടി വരും. അപ്പൊ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മളൊരു കൂട്ടുകുടുംബമായിട്ട് ജീവിക്കുമ്പോൾ നമുക്ക് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞു. ഇനി ആ ഒരു സ്റ്റേജും കഴിഞ്ഞ് ഒരു 10-15 കൊല്ലം കഴിഞ്ഞു, ഇവരുടെ ദാമ്പത്യം, കുട്ടികളൊക്കെ വലുതായി. ഈ അച്ഛനും അമ്മക്കും ഒരു വയ്യായിക വന്നു. ഇതിൽ ആരെങ്കിലും ഒരാൾക്ക് അല്ലെങ്കിൽ 2 പേർക്കും എന്തെങ്കിലും തരത്തിലുള്ള ഒരു വയ്യായിക വന്നു കഴിഞ്ഞാൽ, ഭാര്യയും ജോലിക്ക് പോകുന്ന ആളാണ്, ഇവനും ജോലിക്ക് പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? വേറൊരു പ്ലാൻ ബി ഉണ്ടോ? ഒരാൾ ജോലി ഉപേക്ഷിച്ചിട്ട് ഇവരെ നോക്കാൻ വേണ്ടി നിൽക്കുക എന്ന് പറയുന്നത് എത്രത്തോളം പോസിബിൾ ആണെന്ന് അറിയില്ല. അല്ലെങ്കിൽ നമ്മൾ അത്രയും ഫിനാൻഷ്യൽ സെറ്റപ്പിലുള്ള ആൾക്കാരായിരിക്കണം. 10,000, 25,000, 30,000 കൊടുത്തിട്ട് ഒരു ഹോം നേഴ്സിനെ വീട്ടിൽ നിർത്തി ഇവരെ നോക്കാൻ സാഹചര്യത്തിലുള്ള വരുമാനമുള്ള ആളുകളായിരിക്കണം. അത് നമ്മളെപ്പോലുള്ള മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. അപ്പൊ ഈ വൃദ്ധമന്ദിരം എന്ന് പറയുന്ന സംഭവം ഈ ക്രൂരതയുടെ പര്യായമായിട്ട് കാണിക്കേണ്ട ഒരു കാര്യമല്ല. അത് അതൊരിക്കലും എന്താ പറയാ, വൃദ്ധമന്ദിരത്തിൽ അച്ഛനും അമ്മേനെ ആക്കാനായിട്ട് മക്കള് പ്രാപ്തരാവണം എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇത് ജീവിതത്തിന്റെ ഭാഗമാണെന്ന് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുക. നാളെ നമുക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും സാഹചര്യത്തിന്റെ പേരിൽ ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മുടെ കയ്യിലിരിക്കുന്ന കാശ് കൊടുത്തിട്ട് നമുക്ക് പോയി താമസിക്കാൻ പറ്റിയ ഒരു ഒരു എന്താ പറയുക, ഒരു ഹോട്ടലായിട്ടോ ഒരു റിസോർട്ടായിട്ടോ നിങ്ങൾ അതിനെ കണക്കാക്കുക. അങ്ങനെ നിങ്ങൾ കണക്കാക്കിയാൽ മതി. ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സിനിമയുടെ ഇൻഫ്ലുവൻസ് ആണ് ഇതിനൊക്കെയുള്ള ഏറ്റവും വലിയ പ്രശ്നം. മനസ്സിലായില്ലേ? അത് തന്നെയാണ് ഈ സിനിമയിലേക്ക് വരുമ്പോഴും കാണുന്നത്. ഈ വൃദ്ധമന്ദിരത്തിലുള്ള അമ്മമാരും അച്ഛന്മാരും എല്ലാം മക്കളുടെ ക്രൂരതകൾ, അല്ലെങ്കിൽ എസ്പെഷ്യലി മരുമക്കളുടെ ക്രൂരതകൾ, അതായത് നമ്മൾ പണ്ടുതൊട്ടേ കാണുന്നതാണ്. ഭാര്യ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭാര്യക്ക് അമ്മായിയമ്മയായിട്ട് ഒട്ടും പറ്റില്ല. അതുകൊണ്ട് ഭർത്താവിനോട് പറഞ്ഞ്, ഭർത്താവിന് പക്ഷെ ഒട്ടും ഇഷ്ടം ഉണ്ടാവില്ല, പക്ഷെ നിർബന്ധത്തിന് വഴങ്ങി അമ്മേനെ കൊണ്ട് വൃദ്ധമന്ദിരത്തിലാക്കുക എന്ന് പറയുന്നത് നമ്മൾ പണ്ട് കാലം തൊട്ടേ കേട്ടിട്ടുള്ള സാധനമാണ്. ആ സെയിം സാധനമാണ് ഈ സിനിമയിലേക്ക് വരുമ്പോഴും ചെയ്തു വെച്ചിരിക്കുന്നത്. എനിക്ക് ഭയങ്കര അനോയിങ് ആയിട്ട് ഫീൽ ചെയ്തൊരു കാര്യമാണ്. കാരണം അങ്ങനെയുള്ള ആളുകൾ മാത്രമല്ല ഉള്ളത്. ഞാനിപ്പം ഈ ഉദാഹരണ സഹിതം പറഞ്ഞില്ലേ, ഇങ്ങനെയും കുറെ സംഭവങ്ങളുണ്ട്. ആ കഥാപാത്രങ്ങളെന്ന് പ്ലേസ് ചെയ്തതിൽ എനിക്ക് യാതൊരു തെറ്റും പറയാനില്ല. കാരണം അങ്ങനെയുള്ള ആളുകളും ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ. അത്രയും പ്രശ്നങ്ങൾ വന്ന് ഇപ്പൊ ഈ നമ്മൾ ചിലപ്പോൾ ഇടയ്ക്ക് ഈ വാട്സപ്പിൽ ചില ഫോർവേഡ് വീഡിയോസ് വരാറുണ്ട്. ഒരു പ്രായമായിട്ടുള്ള അമ്മൂമ്മേന ഒരു പെണ്ണ് മർദ്ദിക്കുന്ന വീഡിയോ, അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള റെപ്രസെന്റേഷൻ സിനിമയിൽ കാണിച്ചത് കൊണ്ട് യാതൊരു പ്രശ്നമില്ല. പക്ഷേ അത് മാത്രമായി പോകരുത് ഒരു സിനിമ എന്ന് പറയുമ്പോൾ. അതിൽ ആ ഒരു ക്യാരക്ടറിനൊപ്പം നമ്മുടെ ഏതാണ് രസതന്ത്രം സിനിമയിൽ മോഹൻലാലിന്റെ അച്ഛനെ മോഹൻലാൽ കൊണ്ട് താൽക്കാലികമായിട്ട് ഒരു വൃദ്ധ മന്ദിരത്തിലാക്കുന്ന ഒരു സീനുണ്ട്. ആ സിനിമ നമ്മൾ കാണുമ്പോൾ ആ സീനിന്റെ ഒരു ഡെപ്ത് മനസ്സിലാവും. അതൊരു സിനിമ അല്ല എന്ന് വിചാരിക്കുക. ആ വൃദ്ധമന്ദിരത്തിലുള്ള ഒരാളുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഒരു മകൻ ഒരു അച്ഛനെ കൊണ്ടുവന്ന് ആക്കുന്നു. അതിന്റെ പിന്നിൽ എന്താണ് കാര്യമെന്നോ, അവർക്ക് താമസിക്കാൻ വീടുണ്ടോ, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തെ സാഹചര്യം എന്താണെന്നോ ഒന്നും അറിയില്ല. നമ്മൾ കാണുമ്പോൾ എന്താ ഇങ്ങനൊരു സംഭവം, ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടല്ലോ, അങ്ങനെയും കൂടി ഒന്ന് നോക്കുക. അതായത് അങ്ങനെ ഒരു ക്യാരക്ടർ, ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രസതന്ത്രത്തിലെ മോഹൻലാലിന്റെ ക്യാരക്ടർ പോലെ ഒരു ക്യാരക്ടർ ആ ഒരു ഹാളില് അങ്ങനെ ഒരു ക്യാരക്ടറിന്റെ ഒരു അമ്മയോ അച്ഛനോ അവിടെ ഉണ്ട്. ആ ക്യാരക്ടറും അതിലേക്ക് വരുന്നുണ്ടെങ്കിൽ
ഒരു റെപ്രസെന്റേഷൻ കൂടിയാവും. ഇതിനെ ടോട്ടലി ഒരു നെഗറ്റീവ് ഷെയ്ഡിലേക്ക് ഈ വൃദ്ധമന്ദിരം എന്ന് പറയുന്ന സംഭവത്തിനെ ഇടുക എന്ന് പറയുന്നത് എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. കാരണം അത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഈ ഡേ കെയർ പോലെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. നമ്മൾ കുട്ടികളെ നമ്മുടെ സൗകര്യാർത്ഥം അല്ലെങ്കിൽ നമ്മുടെ ജോലി പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ ഡേ കെയറിലാക്കുന്നതും ഒരു പ്രായമായിട്ടുള്ള അമ്മുമ്മയോ അപ്പൂപ്പനോ നമ്മൾ വൃദ്ധമന്ദിരത്തിലാക്കുന്നതും തമ്മിൽ യാതൊരു വ്യത്യാസം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അത്രേ ഉള്ളൂ എനിക്ക് ഇതിനെ കുറിച്ചിട്ട് പറയാനായിട്ട്. ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെയും എൻ്റെയും ഒക്കെ അവസാന കാലഘട്ടങ്ങളിൽ നമുക്ക് ചിലപ്പോൾ ഇതുപോലുള്ള ഷെൽട്ടർ ഹോമുകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള അഗതി മന്ദിരങ്ങൾ തന്നെ ആയിരിക്കാം നമ്മളെയും കാത്തിരിക്കുന്നത്. അതൊരിക്കലും ഒരു നെഗറ്റീവായിട്ട് നിങ്ങൾ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയാണ് കാലഘട്ടം പോയിക്കൊണ്ടിരിക്കുന്നത്. ആർക്കും അതിനുള്ള സമയമില്ല. അത് ആരുടെയും തെറ്റല്ല. നമുക്ക് അത്രയും വെൽത്ത് ഇല്ല എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്രയും 10,000 കൊടുത്ത ഒരാളെ നോക്കാൻ നിർത്താനൊന്നും എല്ലാവർക്കും പറ്റുന്ന സാഹചര്യമല്ല. അപ്പൊ എല്ലാവരും ഇതൊന്നും മനസ്സിലാക്കിയിരിക്കുക. അത്രയും മാത്രമാണ് ഈ സിനിമയുടെ ഒരു ടോട്ടൽ കഥയെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ സിനിമയുടെ മൊത്തത്തിൽ എനിക്കൊരു ആവറേജ് സിനിമയായിട്ട് ഫീൽ ചെയ്തതിൻ്റെ ഒരു കാര്യം, ഇതില് എന്താ പറയുക, ഇതില് ടോട്ടൽ സ്റ്റോറി പോകുന്ന ഒരു ഒരു അതായത് ഒരു ഹൈയോ കാര്യങ്ങളോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു എലിവേഷനോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഈ സ്റ്റോറിക്കില്ല. ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പ്ലെയിൻ ആയിട്ട് കുറച്ച് ലാഗോട് കൂടിയാണ് പോകുന്നത്. അതുപോലെ തന്നെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര പ്രെഡിക്റ്റബിളും ഭയങ്കര ക്ലീഷേ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിലെ പെർഫോമൻസ് അത്യാവശ്യം നല്ലതായിരുന്നു എന്ന് തന്നെ പറയാം. കാരണം ജയരാജ് കോഴിക്കോടിൻ്റെയൊക്കെ പെർഫോമൻസ് കിട്ടുമായിരുന്നു. പുള്ളിയുടെ നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. അതേ രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ അടിപൊളിയായിട്ടുള്ള പെർഫോമൻസ് ആണ് ഇതിലേക്ക് വരുമ്പോഴും. പിന്നെ അതുപോലെ ലീല എന്നാണെന്ന് തോന്നുന്നു അമ്മയായിട്ട് അഭിനയിച്ച അദ്ദേഹത്തിൻ്റെ പേര്. ഇത്തിരി കുഴപ്പമില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. ഈ കുറച്ച് അത് പിന്നെ അത് കഴിഞ്ഞ് സ്പോയിലർ കാര്യങ്ങളാണ്. എന്നാലും കുഴപ്പമില്ലാത്ത ഒരു പെർഫോമൻസ് ആണ്. പിന്നെ നമ്മുടെ നോബിയൊക്കെ ഉണ്ടായിരുന്നു. നോബിയുടെ ക്യാരക്ടർ അടിപൊളി ക്യാരക്ടറായിരുന്നു. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു ക്യാരക്ടറിൻ്റെ ആർക്കും കാര്യങ്ങളും ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുപോലത്തെ ക്യാരക്ടേഴ്സ് ഇതിൽ കുറവായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആ വൃദ്ധമന്ദിരത്തിലുള്ള ഒരു ക്യാരക്ടറിന്റെ മിസ്സിങ് എന്നെ ഭയങ്കരമായിട്ട് അതെന്താണ് അങ്ങനെ ഒരു ക്യാരക്ടർ അവിടെ ഇല്ലാതിരുന്നേ എന്ന് എന്നിൽ ഭയങ്കരമായിട്ട് തോന്നലുണ്ടാക്കി എന്ന് തന്നെ പറയാം. അത് ആ തിരക്കഥക്ക് ആവശ്യമായിരുന്നു. എനിവേ ഞാൻ അതിൽ കിടന്ന് തൂങ്ങും. അത്രേ ഉള്ളൂ പറയാനായിട്ട്. പിന്നെ ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിന്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. ഗോവിന്ദ് വസന്തയാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു തിമിംഗലത്തിന്റെ സൗണ്ട് പോലത്തെ ഒരു പക്ഷിയുടെ സൗണ്ടാണോ അത് പട്ടിയുടെ സൗണ്ടാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ആ ഒരു 96 നമ്മൾ ഇടക്കിടക്ക് കേട്ട ആ ഒരു സൗണ്ട് അത് ഇതിലും കേൾക്കുന്നുണ്ടായിരുന്നു. അത് കാലംകോഴിയുടെ സൗണ്ടായിട്ടായിരിക്കാം ചിലപ്പോൾ ഇതിൽ റെഫറൻസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എനിക്കതെന്തോ പുള്ളിയുടെ സെയിം സിഗ്നേച്ചർ ആ ഒരു സെയിം സൗണ്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിവേ ബാക്കി ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് അതുപോലെ പാട്ടുകളെല്ലാം അടിപൊളിയായിരുന്നു. കേൾക്കാൻ നല്ല ഇമ്പം ഉണ്ടായിരുന്നു. അതിനേക്കാൾ അപ്പുറത്തേക്ക് ചിലപ്പോൾ കേട്ട് നമുക്ക് ഇഷ്ടപ്പെടുമായിരിക്കും ഭാവിയിൽ. അന്ന് എനിക്ക് പറയാനുള്ളൂ. അടിപൊളിയായിരുന്നു, നൈസായിരുന്നു. അപ്പൊ അത്രയാണ് ഈ സിനിമയെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നും കൂടി ഞാൻ അടിവരയിട്ട് പറയുകയാണ്. ഈ സിനിമ 2 പ്രായമായിട്ടുള്ള അപ്പൂപ്പന്റെയും അമ്മുമ്മയുടെയും കഥയാണെന്ന് കരുതി ഇതുപോലുള്ള അഗതി മന്ദിരങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ വൃദ്ധസദനങ്ങളിൽ നിന്നോ ഈ അച്ഛനമ്മമാരെ കൊണ്ടുവന്ന് ഈ സിനിമ കാണിക്കൽ എന്ന് പറയുന്നത് അവരുടെ നിലവിലത്തെ അവരനുഭവിക്കുന്ന സാഹചര്യം അതെന്താണെന്നുണ്ടെങ്കിലും അതിനെ കൂടുതൽ വേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടേ ഉപകരിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് അങ്ങനെയുള്ള ആളുകൾക്ക് കാണേണ്ട സിനിമയല്ല. മേ ബി ഇത് ഒന്ന് മക്കള് കണ്ടിരിക്കേണ്ട, അങ്ങനെയുള്ള അച്ഛനമ്മമാരുടെ മക്കളൊന്ന് കണ്ടിരിക്കേണ്ട സിനിമയാണ് എന്ന് കൂടി ഒന്ന് പറയുന്നു. താങ്ക് യു സോ മച്ച്.